രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ ഐഡിയോളജിയുള്ള ആളാണെന്ന് കരുതുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വേറെ പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല. സുരേന്ദ്രനോടല്ല ഫൈറ്റ് ചെയ്യുന്നതെന്നും സുരേന്ദ്രൻ ഫോളോ ചെയ്യുന്ന ഐഡിയോളജിയോടാണ് എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ബിജെപി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തതിനെ കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കെ സുരേന്ദ്രന് പകരം മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയാണ്. നാളെയായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. കോർ കമ്മിറ്റിയിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് നിർദ്ദേശിച്ചത്. രണ്ടാം മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. കർണാടകയിൽ നിന്ന് 3 തവണ രാജ്യസഭയിലെത്തി. 2 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായ എം.കെ. ചന്ദ്രശേഖറിന്റെയും വല്ലി ചന്ദ്രശേഖറിന്റെയും മകനായി 1964 അഹമ്മദാബാദിലാണ് രാജീവിന്റെ ജനനം. ബിസിനസ്സുകാരനായി തിളങ്ങിയത് ബംഗളൂരുവിലാണ്. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കർമ്മമണ്ഡലം പൂർണ്ണമായും മാറുമ്പോൾ കരുത്ത് പാലക്കാട്ടെ കൊണ്ടിയൂരിലുള്ള കുടുംബമാണ്. കേരളത്തിലെ തായ്വേരും അതുതന്നെ. വയർലെസ് ഫോൺ സ്വപ്നമായിരുന്ന കാലത്ത് ആദ്യം പേജറും പിന്നെ മൊബൈലും ഇറക്കി 1994 ഇന്ത്യൻ മാർക്കറ്റുകളിൽ BPL-ലൂടെ രാജീവ് സാങ്കേതിക വളർച്ചയിൽ ആണിക്കല്ലായി. 2005 ജൂപ്പിറ്റർ ക്യാപിറ്റൽ രൂപീകരിച്ച് ബിസിനസ് ലോകം വലുതാക്കി. രാജ്യമറിയുന്ന ബിസിനസ്സുകാരന്റെ രാഷ്ട്രീയ പ്രവേശനവും വളർച്ചയും പെട്ടെന്നായിരുന്നു. 2006 മുതൽ കർണാടകയിൽ നിന്നും തുടർച്ചയായി 3 തവണ രാജ്യസഭയിലെത്തി. 2021 കേന്ദ്ര സഹമന്ത്രിയായി. കേരള NDAയുടെ വൈസ് ചെയർമാനായിരുന്ന രാജീവ് സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റാകുന്ന ആദ്യ BJP നേതാവാണ്. ഗ്രൂപ്പ് പോരിൽ തണ്ടുടിഞ്ഞ കേരള BJP-യിൽ രാജീവിന്റെ വരവ് കൂടുതൽ രാജീവം വിടർത്തുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതീക്ഷ.